ഓണത്തിന് ഓരോ ദിവസം പൂക്കൾ ഒരുക്കുന്നത് ഓരോ കണക്കിലും ഓരോ വിധിപ്രകാരവുമാണ്. മൂലത്തിന് 4 മൂലയ്ക്ക് വേണം പൂക്കളോടെ. പൂരാടത്തിന് പടി വരെയും, ഉത്രാടത്തിന് പടി കഴിഞ്ഞു, തിരുവോണത്തിനെന്ന് മാവേലിയെ സ്വീകരിച്ചിരുത്തണം. എന്നാൽ പൂരാടത്തിനിട്ട ഞങ്ങളുടെ പൂക്കളം ഫുള്ള് വെള്ളത്തിലൊലിച്ചു പോയി. ഇന്നലത്തെ മഴയും ഇന്നത്തെ രാവിലത്തെ മഴയും കൊണ്ട് മൊത്തം വെള്ളക്കെട്ടായി. അതുകൊണ്ട് പൂക്കൾ ഇട്ടതും എവിടെയാന്ന് പോലുള്ള ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിലാണ് മാഞ്ഞുപോയത്. ഞങ്ങളുടെ പടിക്കകത്തും പടിക്ക് പുറത്തും വെള്ളക്കെട്ട. അതുകൊണ്ട് ഇന്നൊരു പാലം പണിതാൽ മാത്രമാണ് ഞങ്ങൾക്കൊരു പൂക്കൾ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഉത്രാടത്തിന് പടി കഴിഞ്ഞ് പൂക്കളിട്ട് സെറ്റായി. നാളെ തിരുവോണത്തിന് തൃക്കാക്കരപ്പന വരവേൽക്കാനുള്ള തുമ്പക്കുടം പറിക്കുന്ന ഡ്യൂട്ടിയിലാണ് അച്ഛൻ. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം അമ്മയും അനിയത്തിയും കൂടി ഉണ്ടാക്കിയ തൃക്കാക്കരപ്പനെ ഇത്തവണ ഇഷ്ടികയൊക്കെ പൊടിച്ച് ചാന്തൊക്കെ റെഡിയാക്കി തേച്ച് മിനുക്കി എടുക്കുന്ന പണിയിലാണ് ഞാൻ. ഇത് മണ്ണുകൊണ്ടുള്ള തൃക്കാക്കരപ്പന കേട്ടോ. ചിലയിടത്തൊക്കെ മരം കൊണ്ടുള്ള തൃക്കാക്കരപ്പനയും കണ്ടിട്ടുണ്ട്. ഓണച്ചന്തയിൽ നിന്ന് കായക്കൊലയും പഴക്കൊലയും ഒക്കെ വാങ്ങി. ഇനി കായ വറക്കണം, മടയൊരുക്കണം, പഴം പുഴുങ്ങണം. തൃക്കാക്കരപ്പന നാളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അടുക്കളയിൽ തകൃതിയായി നടക്കുന്നു.